നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. കുറച്ച് ദിവസമായിട്ട് സ്ഥിരം എന്നെ ഒരാൾ വിളിച്ചോണ്ടിരിക്കുക. എന്താ പറയണേന്നറിയോ? പണിയൊന്നും ഇല്ല, കയ്യില് 10 പൈസയൊന്നും ഇല്ല. ആരാന്നറിയോ? ദേ നോക്കേ, ഇതാണ് കേട്ടോ ഞാനാ പറഞ്ഞ ആള്. അതൊക്കെ പോട്ടെ, എത്ര വയസ്സായി? 95 കഴിഞ്ഞ് 96ാമത്തെ വയസ്സ. ആയിക്കോട്ടെ, എന്ത് പണി എടുക്കണ ഈ പ്രായത്തിൽ? എന്ത് പണിയാ വേണ്ടേ? എന്ത് പണിയും തെങ്ങുമ്പ കയറുള്ള വരെ ചെയ്യും. ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാ എന്തായാലും ഇത് കൈ പിടിച്ചോ. അതായത് അമ്മാമേനെ അറിയാത്ത മലയാളികളില്ല. നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ആരാധിക. മമ്മൂട്ടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു, കണ്ടിരുന്നു ഓണത്തിന് സമ്മാനമൊക്കെ. അതെ അല്ലേ? എന്തായാലും ഒരു കാര്യം ചെയ്യ്. അപ്പോ ഇവിടത്തെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പണിതത് അമ്മാമയാന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ പണിത്? രാഗം തിയേറ്റർ, സിറ്റി സെന്റർ, സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂള് പന്ത്രണ്ടാണ് 5000 രൂപ 5 പവനും കർണാടകം. അതിന്റെ അടുത്തത് അമല ആസ്പത്രി, ഒരു മണ്ണും കുന്നായിരുന്നു. അത് മുഴുവൻ പണിതുണ്ടാക്കിയത് ഞാൻ തന്നെയാ. പിന്നെ പൂങ്കുന്നം പാലം, ചാലക്കുടി പാലം. ഇനിയിപ്പൊ തൃശ്ശൂര്, അതായത് തൃശ്ശൂരത്തെ ഇന്ന് കാണുന്ന വലിയ കെട്ടിടങ്ങൾ മുഴുവൻ പണി അമ്മാനായിരുന്നു അല്ലേ? ഗുരുവായൂർ രുക്മിണി മണ്ഡപം, ഷാർജ, ഇവിടുന്ന് കൽപ്പറ്റ വരെ. ഇപ്പൊ ഈ ഭൂകമ്പം ഉണ്ടായതിന്റെ അടുത്ത് വരെ എത്തി ഞാൻ കൽപ്പറ്റ. അപ്പൊ ഇപ്പൊ അമ്മാമ്മയുടെ ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ പണി വേണല്ലേ? പണി ഭയങ്കര കുറവാണ്, പണിയില്ല. ഓരോ സ്ഥലത്തും ഹിന്ദിക്കാരെ വെച്ചിട്ട് നമ്മളെ ആൾക്കാർക്ക് തീരെ ആൾക്കാരുണ്ട്. നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ പണി കൊടുക്കും. ആള് വേണമെങ്കിലും ഒരാളെ ആൾക്കാരുണ്ട്. സ്ഥിരക്കാര് ഞാൻ വിളിച്ചാ വരും. അതായത് കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു അന്ന്. ഒരു കണ്ണ് പിന്നെ പോയതല്ലേ, പോക്കോട്ടെ. എന്നാലും ഇപ്പൊ റെയിൽമേ ട്രെയിൻ ഓടുന്നത് ഒരു ബൾബുമില്ല. അതായത് 95 വയസ്സ് കഴിഞ്ഞ് 96ാമത്തെ വയസ്സിലാണ് ഈ അമ്മാമ്മ ഇപ്പോഴും ഉള്ളത്. ഈ ഒരു പ്രായമാകുമ്പോ നമ്മുടെയൊക്കെ എല്ലുപൊടി പോലും കിട്ടുമെന്ന് അറിയില്ല. കണ്ണുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ്ട് വണ്ടി ഓടണു. അതെ അല്ലെ? കണ്ണിന്റെ സർജറിയുടെ സമയത്ത് എന്താ പറയാ, നമുക്ക് ജോബിയാണ് എന്റെ കൂടെ നിന്നതും ഈ ക്യാമറ കൊണ്ടുവന്ന് എന്നെ എടുത്തതും കാഴ്ച ചെലവാക്കിയത്. എന്റെ ഒപ്പം നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന ആക്കി എന്നെ മുത്തം തന്നിട്ടാണ് ജോബി പോകുന്നത്. അതായത് ഈ പ്രായത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അമ്മാമ്മക്ക് നിങ്ങൾ ആരും പൈസ ഒന്നും കൊടുക്കണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കെട്ടിടം പണിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മാമ്മയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, അമ്മാമ്മേനെ വിളിക്കുക. അപ്പൊ ഒരു കണ്ണുള്ള അമ്മ ഈ പ്രായത്തിൽ പണിയെടുക്കാന്ന്. പണിയില് ഞാൻ ഒരിക്കലും പിന്മാറില്ല. കാരണം ഏതിന്റെ മോളിൽ കയറിയിട്ട് വേണമെങ്കിലും എന്തിന്റെ അത് എല്ലാവർക്കും ഒരു 300 ചാക്ക് വരെ ഞാൻ ഒറ്റയ്ക്ക് നിരത്തിയിട്ട് ചെയ്യും. അതിനൊന്നിനും മടിയില്ല. എന്ത് കാര്യങ്ങൾക്കും ഇപ്പൊ ഞാൻ ഈ നാടിന്റെ തന്നെ പൊന്നോമനയാണ് എല്ലാവർക്കും. വീട്ടിലൊക്കെ പൊട്ടികളോട്ടാ, അതൊന്നും കുഴപ്പമില്ല. അല്ല, അതെനിക്ക് ദുഃഖമില്ല. കാരണം നമ്മളൊരു തൈ വെച്ചാൽ അത് കായ്ക്കണം പൂക്കണം ആഗ്രഹം ഉണ്ടാവും. അത് കാച്ചില്ല പൂത്തില്ലെങ്കിൽ ഞാൻ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാ? അതെനിക്ക് ദുഃഖമില്ല. അപ്പോ എനിക്ക് അതുകൊണ്ടില്ല, ഞാൻ ഈ നാടിന്റെ എല്ലാവരും. അത് പോട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലറ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചെറൂര് കിണറിന്റെ അടുത്ത പള്ളിയിൽ എന്റെ ഭർത്താവിന്റെ അരിയിൽ തന്നെ ഒരു കല്ലറ. അത് മുസേക്ക് തന്നത് ഒമേഗ സണ്ണി. അപ്പൊ അവിടെ എന്റെ മൂത്ത മോൻ മരിച്ചപ്പോ എനിക്ക് വെക്കുന്ന നിർബന്ധമായി. അങ്ങനെ ബിഷപ്പ് അനുവാദം തന്നു വെച്ചോളാം. എന്തായാലും പെട്ടെന്നൊന്നും പോവില്ല കേട്ടാ. ഇതൊക്കെ നമുക്ക് എന്താ പറയാ, ഇതേപോലെ പ്രായത്തിലൊക്കെ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് തളർന്ന ആൾക്കാർക്കൊക്കെ ഈ അമ്മാമ്മ ഒരു പ്രചോദനമാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ഷുഗർ ഉണ്ടോ? ഷുഗർ അസുഖങ്ങളൊക്കെ ഒന്നുമില്ല. എന്റെ മോനുണ്ട് ജോബി. അന്നാണ് ഞാൻ വിളിച്ചത്. ജോബി, നീ ഒന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ വിളിച്ചപ്പോ ഫോൺ മൂളണല്ലോ. പിന്നെ കേട്ട ആസ്പത്രിയിൽ ഒരു ദിവസം എനിക്കും ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയത്. അത് കാരണമാണ് ഞാൻ വരാൻ വൈകിയത്. നിങ്ങളുടെ അവിടുത്തെ ബാർ കോറിയ വരെ ഞാൻ മണതാ. അതായത് ഇനിയിപ്പോ പറയാൻ നിർത്തില്ല. അപ്പൊ നിങ്ങൾ വേറെ ഒന്നുമില്ല, അമ്മമ്മയുടെ നമ്പർ കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മാമ്മേനെ സഹായിക്കുക, വിളിക്കുക. വാർക്കപ്പണി ഇപ്പൊ എന്താ പറയാ, ഓരോരുത്തരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടാ, അമ്മാമ്മ ജോബി ആരുടെ മുമ്പിലും എന്താ പറയാ നമ്മൾ ചോദിക്കണ്ട, വരുന്നത് കിട്ടിയാൽ. പക്ഷെ എനിക്ക് തോന്നി ഒരു ചായ തരുന്നുവോ അത് കൈനീട്ടി മേടിക്കുക എന്ന് വേണ്ട എന്ന് പറയണമെങ്കിൽ നമ്മളെ ഈ 2 കണ്ണറിയണം. അതുവരെ നമ്മൾ ആരോടും തായോ എന്ന് ചോദിക്കല്ല, അറിഞ്ഞ് തന്നിരിക്കണം. അല്ലാണ്ട് എനിക്ക് വേണ്ട അപ്പൊ മതി, ഇനി പറഞ്ഞാൽ നിർത്തില്ല. അപ്പൊ എന്താ 3-4 പ്രാവശ്യം നമ്മുടെ പേജിയുടെ അമ്മാമേനെ പരിചയപ്പെടുത്തുന്നു. എനിക്ക് എന്താ പറയാ, കുറച്ച് ഇങ്ങനെയുള്ള അമ്മച്ചിമാരൊക്കെ, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു താങ്ക് യു പറഞ്ഞേ. താങ്ക് യു എന്ന് പറഞ്ഞേ. അതല്ല, നമസ്കാരം, ഞാൻ കത്രീനാമാന്ന് പറഞ്ഞു നോക്കട്ടെ.
നമസ്കാരം. അങ്ങനെയല്ല, ഞാൻ പറയണ പോലെ നമസ്കാരം, ഞാൻ ജോബി ചുവന്നുപെടുന്ന് പറയണ പോലെ പറഞ്ഞേ നമസ്കാരം. നമസ്കാരം. എല്ലാവരും